2016 എടുത്ത ലൈസൻസ് ആണ്. അപ്പം 7 വർഷമായി ലൈസൻസ് എടുത്ത്. 7 വർഷത്തിനിടക്ക് ഇതിലേക്കും നമ്മൾ ലൈസൻസ് എടുത്തത് മാനുവലിലാണ് എടുത്തത്. അതിനുശേഷമാണ് നമ്മളിപ്പോ വാഗണറിൽ എടുക്കുന്നത് അല്ല. ഓക്കെ ഓക്കെ, പോവാം മുന്നോട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് ചെയ്യേണ്ട കാര്യം ഓർഡറായിട്ട് തന്നെ ചെയ്യണം. ഇങ്ങനെയാണോ സ്റ്റിയറിംഗ് പിടിപ്പിച്ചത്? ഒരു കൈ കൊണ്ട്. ഓക്കെ, ആശാനില്ല, ഒരു പേടിയില്ല. നീള ചാൾസ് രാജാവിന് പോലും ഇത്രയും ധൈര്യമില്ല. ആ കൈ വരുന്ന ക്രോസ് വരരുത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറക്കുന്നതും കയറ്റുന്നതും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരക്കില്ലാത്ത റോഡിൽ പതുക്കെ പതുക്കെ നമുക്ക് ഇതേപോലെ ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഒരുപാട് വേഗതയിൽ ഓടിക്കാൻ പറ്റത്തില്ല, പതുക്കെ ഇതേപോലെ ഓടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ നമ്മൾ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് ഓടിക്കുള്ളൂ. റൈറ്റും ലെഫ്റ്റും കൂടെ പതുക്കെ പോവുള്ളൂ കേട്ടോ. ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് പതുക്കെ പോവുക. പിന്നെ അതേപോലെ നേരത്തെ ഞാൻ ഒരു ക്ലാസ് തന്നായിരുന്നു വണ്ടിയിൽ കയറുന്നതിന് മുമ്പായിട്ട്. എന്തോ പറഞ്ഞ നമ്മൾ നോ പറയേണ്ട സ്ഥലത്ത് നോ പറയണം. കാരണം നമ്മുടെ കൂടെ എക്സ്പീരിയൻസ് ഡ്രൈവർ ഇരിക്കുമ്പോൾ അവർ ഓടിക്കുന്ന പോലെ ഓടിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. നമ്മൾ ഓടിച്ച് വരുമ്പോഴേ നമുക്കൊരു എക്സ്പീരിയൻസ് ആകത്തുള്ളൂ. അപ്പൊ അവരോട് പറയണം, അത്ര എക്സ്പീരിയൻസിൽ എനിക്ക് ഓടിക്കാൻ പറ്റത്തില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് ഓടിച്ചോ, ഞാൻ പതുക്കെ ഓടിച്ച് എക്സ്പീരിയൻസ് ആയതിനു ശേഷം നിങ്ങൾ ഓടിക്കുന്ന പോലെ ഓടിച്ചോളാം. ഇപ്പൊ ഞാൻ നിങ്ങളെ സേഫ് ആയിട്ട് കൊണ്ടുപോകും, എവിടെയും തട്ടാതെ മുട്ടാതെ. ഇപ്പൊ ഒരു ജംഗ്ഷൻ വന്നപ്പോ നമ്മൾ എവിടെ കാല് വരണം? ബ്രേക്കിൽ കാല് വരണം. നമ്മൾ വരുന്നെന്ന് ഹോൺ അടിച്ച് അറിയിച്ചോളൂ. എന്നിട്ട് പതുക്കെ മുന്നോട്ട് പോവുക. മനസ്സിലായോ? അതേപോലെ തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പലരും പല അഭിപ്രായവും പറയും. അതൊന്നും നമ്മള് കേൾക്കാൻ നിൽക്കരുത്. പിന്നെ നമുക്ക് ഒരു കൺട്രോൾ ഉണ്ട്. ചിലപ്പോൾ നമുക്കൊരു 30 വേഗതയിൽ പോകുമ്പോഴായിരിക്കും നമുക്ക് ബ്രേക്ക് ഔട്ടാൻ പറ്റുന്ന വേഗത. ആ വേഗതയിൽ പോകാം. ചിലവർ പറയും 40 പോവാം, 50 പോകുന്നു വല്ലതും പറയും. അപ്പോഴും നമ്മൾ അത്രയും വേഗതയിൽ പോകരുത്. നോക്ക്, ബ്രേക്ക് കാല് സൈഡെല്ലാം നോക്കിക്കണം കേട്ടോ. അതേപോലെ നമ്മളിപ്പോ ഇന്ന് ഒറ്റക്ക് ഓടിച്ചെന്ന് വിചാരിച്ച് നമ്മൾ നാളെ ഓടിക്കുമ്പോൾ ചിലപ്പോൾ ഇത്രയും നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് ഓടിക്കാൻ പറ്റില്ല. ടെൻഷൻ അടിക്കരുത്. തിരക്കില്ലാത്ത സ്ഥലത്ത് വണ്ടി കൊണ്ടുവന്നിട്ട് പിന്നെയും ഓടിച്ച് എക്സ്പീരിയൻസ് ആണ്. പിന്നെ അതേപോലെ വീട്ടിൽ നിന്ന് നമുക്ക് ഒരുപാട് സ്ഥലമുണ്ട് കയറാനും ഇറങ്ങാനുമായിട്ട്. അപ്പൊ പതുക്കെ കയറ്റിയിട്ട് ഇറക്കിയും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ട് എടുത്തെടുത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടെ എക്സ്പീരിയൻസ് ആവും. ഇപ്പൊ നമുക്ക് ഒറ്റക്ക് ഓടിക്കാന്നുള്ളൊരു വിശ്വാസം വന്നില്ല. അതേപോലെ പതുക്കെ ചെയ്ത് നോക്കണം. ഇന്നിപ്പോ നമ്മൾ ഓടിച്ച് വണ്ടി വീട്ടിൽ കൊണ്ട് കയറ്റിയിട്ട് പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞ് എടുക്കാൻ നിൽക്കരുത്. തുടർച്ചയായിട്ട് എടുത്തോണം വണ്ടി. പിന്നെ അതേപോലെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ തീർച്ചയായിട്ടും റൈഹാൻ ഡ്രൈവിംഗ് സ്കൂൾ കൂടെ കാണും കേട്ടോ. നോക്കി രണ്ട് സൈഡെല്ലാം നോക്കി വണ്ടിയുടെ വേഗത നമ്മുടെ കാലിൽ കൊണ്ടുവരണം കേട്ടോ. ഇത്രയെല്ലാം ഓടിക്കാൻ പറ്റുമെന്ന് തോന്നിയായിരുന്നോ? നമുക്ക് എവിടെ ക്ലാസ്സും ആണല്ലോ. ആശാന്റെ പേരറിയാമോ? മനസ്സിലാക്കി എടുത്തല്ല. ആശാന്റെ ഫുഡ് വല്ലതും മേടിച്ചു കൊടുത്തോ? പട്ടിണിയാണ് നമ്മുടെ ആശാൻ. ആണല്ലോ. അപ്പൊ ഇന്ന് പട്ടിണിയാണ്. ബിരിയാണി വെച്ചേരാന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്നപ്പോ പട്ടിണിയാ. എന്റെ വാപ്പായ്മയൊക്കെ തിരുവനന്തപുരത്താണ്. ഏറ്റവും വലിയ ഡ്രീം അവര് വരുമ്പോ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി വിളിച്ചോണ്ട് വന്ന് ഇവിടെ കുട്ടനാടൊക്കെ കൊണ്ട് കാണിച്ചു അതെല്ലാം നടക്കും. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എന്നിട്ട് ലെഫ്റ്റ് സൈഡ് മിറർ നോക്കും. വണ്ടി വല്ലതും വരുന്നുണ്ടാണ്. വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ്, അത് റൈറ്റ് സൈഡാ നോക്കിയത്. ലെഫ്റ്റ് സൈഡ് മിറർ നോക്കി വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്ത് ഹോൺ അടിക്കണം നന്നായിട്ട്. ബ്രേക്കില് കാല് വെച്ച് തിരിച്ച് പതുക്കെ നോക്കി മതി. ഇനി എന്ത് ചെയ്യണം? നേരെ ആക്സിലേറ്ററിൽ കാല് വരരുത്. നേരെ ആക്കിയിട്ടില്ല. ആക്സിലേറ്റർ ഇങ്ങനെയാണ് നേരാക്കാൻ പറഞ്ഞിരിക്കുന്നത്. വണ്ടി നേരെ വന്നിട്ട് കുറച്ച് നേരത്തെ പതുക്കെ ഒരുപാട് വേഗതയൊന്നും പാടില്ല കേട്ടാ. ഈ ടെൻഷനൊന്നും അടിക്കണ്ട, ഞങ്ങളുണ്ട് കൂടെ ഇവിടെ കേട്ടാ. പതുക്കെ സൈഡെല്ലാം നോക്കി പതുക്കെ പോയാൽ മതി. പതുക്കെ സ്പീഡ് കൂടില്ല. സ്വല്പം ലെഫ്റ്റിലോട്ട് പിടിച്ചോളൂ. ആ സ്കൂട്ടറുകാരനെ നോക്കിക്കൊണ്ടിരുന്നില്ല. എന്തിനാ അങ്ങനെ ചെയ്തത്? അതുകൊണ്ടല്ല അയാളുടെ നേരെ പോയത്. ഞാൻ പറയില്ല, വരുന്നവരെ നോക്കിക്കൊണ്ടിരിക്കരുത് നമ്മള് കേട്ടോ. പതുക്കെ പോട്ടെ മോനെ. ഇപ്പൊ റൈറ്റിലോട്ടല്ലേ വണ്ടി പോകുന്നത്.
നമ്മൾ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ചെയ്യുക. സ്റ്റിയറിംഗ് തിരിക്കുന്നത് ആ ഒരു കൈ കൊണ്ട് പതുക്കെ പമ്പരം കറക്കുന്നതിലെ കറക്കുക. വണ്ടി നേരെ വരുന്നത് നേരാക്കി കൊടുക്കുക. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുമോനെ, ഒന്ന് ബ്രേക്ക് ഔട്ട് ആവാ, പതുക്കെ ബ്രേക്ക് ഔട്ടിക്കേ. ഈ ലെഫ്റ്റ് സൈഡ് മാക്സിമം ചേർന്നിരിക്കണം കേട്ടോ, മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർന്ന്. കയറ്റമാണ്, പതുക്കെ നോക്കി കയറിയാൽ മതി. ലെഫ്റ്റ് സൈഡ് അതേപോലെ തന്നെ കറങ്ങി വരും. അവിടെ നോക്ക്, റൈറ്റ് നോക്ക്, വണ്ടി വേണ്ട, അങ്ങനെ നിന്നോണം വേണ്ട. അപ്പൊ നിന്റെ കാല് ബ്രേക്കിലോട്ട് ഉടനെ വന്നാൽ ഇനി തിരിച്ചിരിച്ചു കൊടുക്കും മക്കള്, അത് കുഴപ്പമില്ല. പതുക്കെ തിരിച്ചിരിച്ചു കൊടുക്കും. മതി. ഇനി ഫ്രണ്ട് ലെവൽ വരുമ്പോ ആക്സിലേറ്റർ കാല് പോകരുത്, ബ്രേക്കിൽ കാല് വെച്ചോണം. നേരെയാക്ക്. മതി. കണ്ട, ഇത്രയുള്ള കാര്യം. ഇനി ഒന്നുമില്ല. ഇനി നേരെ നോക്കി റൈറ്റിലോട്ട് പോകരുത്, അല്ലാതെ തന്നെ കറക്റ്റ് ചെയ്ത് പോവുക. ശരിക്കും ഇത് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, ഇത് നിനക്ക് സ്വയമേ ചെയ്യാനേ ഉള്ളൂ. പോകുന്നുണ്ട്, നോക്കി ശ്രദ്ധിച്ച് ചെയ്താൽ മതി കേട്ടോ. ഒരെണ്ണം ഉണ്ടെങ്കിലും നമ്മൾ ഓടിച്ചില്ലോ ഒറ്റക്ക്. ആ, നിങ്ങളുടെ വീഡിയോ ഒന്നും കണ്ടില്ലെങ്കിൽ ഇപ്പോഴും ഞാൻ അത് വെച്ചോണ്ട് വേണ്ടിയിരുന്നെങ്കിൽ അത് കണ്ടിട്ട് ഞാൻ ഇക്കാര്യം പറഞ്ഞ് പെട്ടെന്ന് തന്നെ വണ്ടി മേടിപ്പിച്ച്. എന്നിട്ട് അന്ന് തന്നെ വിളിച്ചിരുന്നു, പറഞ്ഞു മോളുമായിട്ട് വന്ന് ഞാൻ ഡൗണ്ട്. അപ്പൊ ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു. വേറെ മോളോ നമ്പർ തന്നായിരുന്നു ബുക്ക് ചെയ്യാനായിട്ട്. അപ്പൊ പറഞ്ഞു 20-ാം തീയതി വരെ ഇല്ല. ഇതിപ്പോ 15 തൊട്ട് 20-ാം തീയതി വരെ ഇല്ല. ഞങ്ങള് പാലക്കാട് പോവാൻ നിന്നതാ. അപ്പൊ എനിക്ക് പനി അടിച്ചായിരുന്നു, അതുകൊണ്ട് അത് ക്യാൻസൽ ആയപ്പോ 15 തൊട്ട് 5 സ്ലോട്ട് ഒഴിവ് വന്നു. അങ്ങനെ കയറി വന്നായിരുന്നു. ഇപ്പൊ ഡിസംബർ 8 വരെ ബുക്കിംഗ് ആണ്. ഇതിപ്പോ ഞാൻ പറയില്ല, ഇപ്പൊ ഞങ്ങളുടെ വണ്ടിയിൽ ഓടിച്ചാ പിന്നെ ഞങ്ങൾ അവിടെ പോയി അവരെ വണ്ടി പ്രാക്ടീസ് കൊടുക്കണം, പറ്റത്തില്ല. ഇപ്പൊ വേറൊരാളെ ഏൽപ്പിക്കാൻ റൈറ്റ്. സൈഡ് നോക്കണം കേട്ടോ, ശ്രദ്ധ. ഞാൻ സംസാരിച്ചെന്ന് പറഞ്ഞ ശ്രദ്ധ അങ്ങോട്ട് വരരുത്. പോട്ടെ. സൈഡ് നോക്കിക്കണം നന്നായിട്ട് കേട്ടാ. എപ്പോഴും കണ്ണും കാതും എല്ലാം വെളിയിലായിരിക്കണം, മനസ്സിലായോ? മനസ്സ് മാത്രം നമ്മുടെ ഇവിടെ നിൽക്കാവുള്ളൂ, ബാക്കി എല്ലാം വിഷ്വല് ഫുള്ള് വെളിയിലായിരിക്കണം. അത് മാറും. നമ്മള് എന്ത് കാര്യവും ചെയ്ത് എക്സ്പീരിയൻസ് ആണല്ലോ. ഇപ്പൊ പഠിക്കാനുള്ള ഒരു എസ്സേ തന്ന മിസ് എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് നമ്മളെക്കാട്ടി പക്കായിട്ട് ഒരു 15 മിനിറ്റ് പോലും എടുക്കത്തില്ല അതൊന്ന് കാണാപ്പാടം പഠിക്കാൻ, മനസ്സിലായി? ഇത് ചെയ്ത് വരുമ്പോ എക്സ്പീരിയൻസ് ആകുന്നതാ. നമുക്കൊരു പതുക്കെ ബ്രേക്കിൽ കാല് വെച്ചോടും മോള്. എന്തിനാ നമ്മള് ബ്രേക്കിൽ കാല് വെക്കാൻ പറ്റുന്ന മനസ്സിലാ? ഈ സൈക്കിളുകാരൻ കയറി വരാതിരിക്കാം. പോട്ടെ, ഇനി പോട്ടെ മോനെ, പോട്ടെ. ടൂ വീലർ എടുക്കാൻ വേണ്ടിട്ട് അവിടെ കൗണ്ടി വന്നായിരുന്നു, ഓടിക്കുന്നുണ്ട്, പക്ഷെ 8 എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അത് പെൻഡിങ് വെച്ചിട്ട് ഉടനെ കാർ എടുത്തു. 6-ാം തീയതി ആയിരുന്നു ടെസ്റ്റ്, പോയില്ല. സൈഡ് നോക്കിക്കോണോ കേട്ടാ. നവാസ് അല്ല, നവാസിന് മുമ്പ് വേറൊരാളായിരുന്നു, പുള്ളി ഹിബി ഗൾഫിൽ പോയായിരുന്നു. പോയി അവര് ഇച്ചിരി പിന്നെ ഇർഷാന്റെ അവിടെ താമസിക്കുന്ന അയാള്. 8 എടുക്കാൻ പറ്റുന്നില്ല നോക്കിട്ട്. അപ്പൊ ഞാൻ അതൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ. മോളും നവാസിന്റെ ഉപ്പായ പഠിപ്പിച്ച ആശ നന്നായിട്ട് ഓടിക്കോ മോള് വണ്ടി. ഇത് കാർ ഓടിക്കാൻ പഠിക്കില്ല, ലൈസൻസ് എടുത്തു. കാർ ഓടിക്കത്തില്ല വണ്ടി ഇല്ല, ഇപ്പൊ വാങ്ങിച്ചിട്ട് കാർ ലൈസൻസ് കിട്ടിയോ? കിട്ടി. ഓടിച്ചിട്ടില്ല വണ്ടി കാറ്? ഇല്ല, ഈ കാർ എടുത്തില്ല. ഇപ്പൊ 1-ാം തീയതി മേടിച്ചതാ, പിന്നെ പഠിക്കാൻ പറ്റിയില്ല, ഓടിക്കാൻ കൊടുത്തു. ആള് പോയാ കോളേജിലാണ്. നിങ്ങളപ്പോ പ്രോപ്പർ പുന്നപ്പുറയായിരുന്നാ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ? പ്രോപ്പർ ഇല്ല, ഇവിടെ വീട്. അങ്ങനെ ആശാ മോളെ പഠിപ്പിച്ചായിരുന്നു നന്നായിട്ട്. കുഴപ്പമില്ല, എനിക്ക് 8 എടുക്കാൻ പറ്റുന്നത്. കഴിഞ്ഞിട്ട് നിങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഒതുക്കാനോ? അപ്പുറത്താണല്ലേ ഒതുക്കി, ഇപ്പുറത്താണല്ലേ ഒതുക്കണ്ട, അപ്പുറത്ത്. ഇനി നമുക്ക് തിരക്കുള്ള സ്ഥലത്തെല്ലാം പോവാം. ഇച്ചിരി ഇപ്പൊ എങ്ങനെ ഓടിക്കാന്നുള്ളൊരു വിശ്വാസം വന്നില്ല? ഇച്ചിരി കയറ്റി ആ താളത്ത്
റൈറ്റ് തിരി എന്ത് പറ്റി ലെഫ്റ്റിലോട്ട് നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്ന പോട്ടെ വെക്കുന്ന ചൂട് കയറ്റി നിർത്തി ആ മതി ബ്രേക്ക് ന്യൂട്രലാക്കും